ഇന്ന് നമുക്ക് നമ്മുടെ സുഹൃത്ത് ഒരു ഗീതാജ്ഞാന യജ്ഞം കേൾക്കുന്ന ആളാണ്. ആളൊരു വാട്സാപ്പ് മെസ്സേജ് അയച്ചു. വാട്സാപ്പ് ഫോട്ടോ ആണ്. അതൊരു ഓട്ടോറിക്ഷയുടെ പിറകിൽ എഴുതിയിരിക്കുക. എന്താ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ വാഹനത്തിൻ്റെ ഐശ്വര്യം ഇത് ഓടിക്കുന്ന ഞാൻ തന്നെ. ഒരു ഓട്ടോറിക്ഷയുടെ പിറകിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഈ വാഹനത്തിൻ്റെ ഐശ്വര്യം ഇത് ഓടിക്കുന്ന ഞാൻ തന്നെ. ഒരു നല്ലൊരു കോൺഫിഡൻസ് ആണത്. കാരണം സാധാരണ ഓരോരുത്തർ ഈ വീടിൻ്റെ ഐശ്വര്യം മുത്തപ്പൻ, ഈ വീടിൻ്റെ ഐശ്വര്യം വേളാങ്കണ്ണി മാതാവ്, ഈ വീടിൻ്റെ ഐശ്വര്യം ഇന്നാള് എന്നൊക്കെ എഴുതും. നമ്മൾ പ്രഭാഷണത്തിൽ പറയാറുണ്ട്, ഈ വീടിൻ്റെ ഐശ്വര്യം നിങ്ങളുടെ ഫാമിലി ഫോട്ടോ വെക്കണം, ഈ വീടിൻ്റെ ഐശ്വര്യം ഞങ്ങളാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. എന്തിനാ വെറുതെ അയ്യപ്പനും മറ്റേ വേളാങ്കണ്ണി മാതാവിനും കുട്ടിച്ചാത്തനും ഒക്കെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്? വേണ്ട. കുട്ടിച്ചാത്തൻ നെഗറ്റീവായിട്ട് പറഞ്ഞല്ല. ഒരു സ്ഥലത്ത് പോയപ്പോൾ കണ്ടിട്ടുണ്ട്, ഈ വീടിൻ്റെ ഐശ്വര്യം കുട്ടിച്ചാത്തനാകുന്നു. വേറൊരു വീട്ടിൽ ഈ വീട്ടിൻ്റെ ഐശ്വര്യം ജഡ്ജി അമ്മാവൻ. ഇങ്ങനെ ഓരോരുത്തർ വിശ്വസിക്കുന്ന ഉപാസനാമൂർത്തികളിൽ ഈ സ്റ്റിക്കർ മേടിക്കാൻ കിട്ടുമേ. അപ്പോൾ അത് അവിടെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ഒട്ടിക്കുക. അത് നമ്മളൊരു സ്റ്റിക്കർ ഉണ്ടാക്കണം. ഈ വാഹനത്തിൻ്റെ ഐശ്വര്യം ഇത് ഓടിക്കുന്ന ഞാനാണ്. പലരും പറയും, മോനെ ജീവിതം ഒരു യാത്രയാണ്, അതൊരു ഹൈവേ പോലെയല്ല. വളവുണ്ട്, തിരിവുണ്ട്, കയറ്റമുണ്ട്, ഇറക്കമുണ്ട്, ചിലയിടത്ത് ഗട്ടറുണ്ട്, റോഡ് മോശമുള്ളതുണ്ട്. പക്ഷെ നീ സൂക്ഷിച്ച് ഓടിക്കണം. അതെ, ഇതാണ് യമൻ പണ്ടേ പറഞ്ഞത്. അപ്പം അതൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടേ. അതുകൊണ്ട് ഈ നമ്മളെ ഓടിക്കുന്നതിൽ നമുക്ക് വളരെ ഉത്തരവാദിത്വമുണ്ട്. നേരത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർ എഴുതി വെച്ചതുപോലെ, ഈ വാഹനത്തിൻ്റെ ഐശ്വര്യം ഇത് ഓടിക്കുന്ന ഞാൻ തന്നെ എന്നതുപോലെ ഈ എൻ്റെ ചെയ്തികളുടെ ഒക്കെ ഉത്തരവാദിത്വം ഇതൊക്കെ ഞാൻ തന്നെ എന്ന്. അപ്പോൾ ഏത് ഞാനാണ് ഈ കൊണ്ടുപോയി ഓരോ കുഴിയിൽ ചാടിക്കുന്നത്? ആ ഞാനിനെ തിരിച്ചറിയണം. എനിക്ക് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റണം. തരക്കേടില്ല മോനെ, നന്നായിട്ടുണ്ട്, കീപ്പ് ഇറ്റ് അപ്പ് ഒക്കെ പറഞ്ഞ് സ്വയം നമ്മളെ അനുമോദിക്കാൻ സാധിക്കണം.